എല്ലാവർക്കും എൻ്റെ വക ഒരു ചമിങ് നമസ്കാരം. കിച്ചണിൽ അടിപൊളി ഒരു ഫിഷിൻ്റെ മണം വരുന്നുണ്ട്. ഒരു യമണ്ടൻ ഫിഷിൻ്റെ ഗ്രേവിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഫിഷിൻ്റെ ക്യൂബ്സ് എടുക്കുക, സോൾട്ട് പെപ്പർ ഇടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ ആട്ടി 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 അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ആദ്യം ഗ്രില്ല് ചെയ്യും. നന്നായിട്ട് ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കും. അപ്പം കേര ഫിഷാണിത്. ഇത് പെട്ടെന്ന് കുക്കാകത്തില്ല. ഇങ്ങനെയുള്ള ഫിഷുകളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടെക്നിക്കാണിത്. ഇതിനെ ഇങ്ങനെ ആദ്യം ഗ്രില്ല് ചെയ്യുക. നമ്മൾ കുക്കല്ല ചെയ്യുന്ന, ഇത് ജസ്റ്റ് ഔട്ടർ സർഫസ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഒരു 1 മിനിറ്റ് പോലും എടുക്കേണ്ട ഒരു സൈഡ്, ഒരു 30 സെക്കൻഡ് ഒരു സൈഡ് കുക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കുക്കല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഔട്ടർ ലെയറിനെ ഒന്ന് സീൽ ചെയ്യുക ചെയ്യുന്നു. ഹോൾ ഉലുവയായിട്ട് അങ്ങ് ഇടുക. സാധാരണ ഒരു ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് അത് കൊടുക്കും, പക്ഷെ നല്ല രസമാണ് അതിന്, ആ ടേസ്റ്റിന്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക്, നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കിനെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി ഇടുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി, ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്തെടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂറേ ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ടൊമാറ്റോ പ്യൂറേ യൂസ് ചെയ്തു. അടിപൊളി ഒരു ഫ്ലേവറാണ് ഈ ടൊമാറ്റോ പ്യൂറേ തരുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിനൊരു സോർനെസ് കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുടംപുളി ഒരു ചെറിയ പാത്രത്തിൻ്റെ അകത്തിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ആ വെള്ളവും കൂടി ലേശം അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളതിനെ കുക്ക് ചെയ്തെടുക്കുന്നു. ആ ഗ്രേവി നന്നായിട്ട് കുക്കായി വരുമ്പോൾ കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ട് അതിനെ ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് പാത്രം അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു ഇല അങ്ങ് എടുക്കുക. വാഴയില എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുക. അടിപൊളിയാണ്. ഈ വാഴയില വാട്ടിയിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. ആ ഇലയുടെ ആ ഒരു ഫ്ലേവറും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്കും ടേസ്റ്റ് നന്നായിട്ട് അങ്ങ് എൻഹാൻസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഇല ഇങ്ങനെ നന്നായിട്ട് വാട്ടിയിട്ട് നമ്മൾ ഒരു മൺചട്ടി വെക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഇലേനെ അങ്ങോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ കുക്ക് ചെയ്ത ഗ്രേവി ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഒഴിക്കുക നന്നായിട്ട്. എന്നിട്ട് നമ്മളുടെ ഗ്രില്ല് ചെയ്ത ഫിഷ് പീസസിനെ നന്നായിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഒഴിച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനെ നല്ലതായിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുക. കുറേ നേരത്തേക്ക് കുക്ക് ചെയ്യണം. ഏകദേശം ഞാനൊരു 40-45 മിനിറ്റത്തേക്ക് സ്ലോ ഫയറിൽ കുക്ക് ചെയ്തു. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ചിലപ്പോൾ ചട്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ കുറേ നേരം ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേണ്ട ഈ മീൻ ഇങ്ങനെ കറക്റ്റായിട്ട് കുക്കായി വരും. നല്ല ടെൻഡറാകും. എത്ര ഹാർഡ് മീനാണെങ്കിലും നന്നായിട്ട് സോഫ്റ്റായി വരും. അത് മാത്രമല്ല ആ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഫിഷിൻ്റെ ബോഡി മാറത്തില്ല. എന്നിട്ട് മോനെ അതിങ്ങനെ കുറച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്തൊന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾ തൃശങ്ക സ്വർഗം കാണും. അത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ദ സുബിൻ ഷോ. അഥവാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. പിന്നെ ഇനിയും ഇതേമാതിരി നല്ല വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ് ത്രൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ദിസ് ഇസ് സുബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.